സ്കിബിഡി റിസ്, സ്കിബിഡി ഒഹായോ, സ്റ്റാൻ, ഡ്രിപ്പ്, ഇതൊക്കെ എന്താണെന്നറിയോ? ജെൻസി സ്ലാങ്സ് ആണ്. അവർ നമുക്കൊരു ലോൾ അല്ലെങ്കിൽ ഗോട്ട് വരെയൊക്കെ നമുക്ക് ഏകദേശം നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ ഇവർ യൂസ് ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലും ഒക്കെ യൂസ് ചെയ്യുന്ന ലെങ്കോസും സ്ലാങ്സും ഒക്കെയാണത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ 2Ks 90s കിഡ്സ് എല്ലാം കൂടെ നാട്ടിൽ കിടന്ന് അടിയും ബഹളമൊക്കെ ആണല്ലോ. ആരാണ് ബെറ്റർ, ഞങ്ങളാണ് ബെറ്റർ എന്നൊക്കെ ഉള്ള ഇതിൽ നടക്കുന്നതിൻ്റെ ഇടയിലാണ് മാർച്ച് 15 നെറ്റ്ഫ്ലിക്സിൽ അഡോളസൻസ് റിലീസ് ചെയ്തത്. ഇതൊരു എന്താ പറയുക, ഇറ്റ്സ് എ ബ്രില്യൻറ്റ് ഷോ. അത് എല്ലാ ആസ്പെക്ട്സിലും ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ഷോ ആണ്. സ്റ്റോറി ടെല്ലിങ്, സ്റ്റോറി നരേഷൻ, സിനിമാറ്റോഗ്രഫി, മേക്കിംഗ്, പെർഫോമൻസ്, ഈ എല്ലാ ഫീൽഡിലും ഇത്രയും നന്നായിട്ട് ഷോകൾ വരിക വളരെ റെയറായിട്ടായിരുന്നു. ദിസ് ഈസ് വൺ സച്ച് ഷോ. ശരിക്കും ഞാൻ ഇന്ന് ഒരു ന്യൂസ് വായിച്ചതേ ഉള്ളൂ. ഒരു നവജാത ശിശുവിനെ 12 വയസ്സുകാരി കൊലപ്പെടുത്തി. കണ്ണൂരിലെന്തോണ് സംഭവം നടന്നിട്ടുള്ളത്. ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നി, ഞാൻ അതിന് മുന്നെയാണ് ഈ ഷോ കണ്ടത്. ഈ ഷോ ഡീൽ ചെയ്യുന്നതും ഒരു 13 വയസ്സുകാരൻ ഒരു കൊലപാതകം ചെയ്തു എന്ന് അക്യൂസ് ചെയ്യപ്പെട്ടിട്ട് അതിലെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഷോ പറയുന്നത്. ശരിക്കും ആലോചിക്കുമ്പോൾ എങ്ങനെയാണ് ഈ കുട്ടികൾ ചിന്തിക്കുന്നത്, അല്ലെ എന്താണ് അവരുടെ ചിന്തകളിലൂടെ കടന്നു പോകുന്നത്, എന്തൊക്കെ തരം പ്രശ്നങ്ങളാണ് അവർക്കുള്ളത്, ഇതൊന്നും ചിലപ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്തതും അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകാൻ പറ്റാത്ത കാര്യങ്ങൾ കുറേ ഉണ്ടാവും. പലതും നമ്മൾ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ് തള്ളിക്കഴിഞ്ഞാലും നമുക്കത് ഈ ജനറേഷൻ്റെ ഒരു ഗ്യാപ്പ് കാരണം, അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് ഗ്യാപ്പ് എന്ന് ഞാൻ പറഞ്ഞില്ല, അത്ര ഗ്യാപ്പൊന്നും ഇല്ലെങ്കിൽ കൂടി ഒരു ഡിസ്റ്റൻസ് കാരണം നമുക്കത് മനസ്സിലാക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. സോ ദിസ് ഷോ ഡീൽസ് വിത്ത് സിമിലർ തിങ്സ് ലൈക്ക് ദാറ്റ്. ഈ ഷോ തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 13 വയസ്സുകാരൻ്റെ ബെഡ്റൂമിലേക്ക് ഒരു പറ്റം പോലീസുകാർ ഇടിച്ചു കയറി ചെല്ലുന്നു. അവിടെ നിന്ന് അവനെ എടുത്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതും അവിടെ കേസ് ഫയൽ ചെയ്യുന്നതും ഇവന് വേണ്ടിയിട്ടൊരു വക്കീലിനെ ഏർപ്പാടാക്കുന്നതും. അപ്പോൾ ഇവൻ്റെ പാരൻസ് എത്തുന്നതും വക്കീലും പാരൻസുമായിട്ടുള്ള സംസാരവും, ഇവനെ ഇവർ സെർച്ച് ചെയ്യുന്നതും, അതുപോലെ തന്നെ ബ്ലഡ് സാമ്പിൾസ് കാര്യങ്ങൾ എടുക്കുന്നതും, ഇതുപോലെ തന്നെ ചെന്നിട്ട് ഒരു ഇൻട്രോഗേഷൻ റൂമിൽ എത്തുന്നതും അവിടെ പോലീസ് ഇവനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതും. ഞാനിപ്പോൾ പറഞ്ഞതെല്ലാം സിംഗിൾ ഷോട്ടാണ്. യെസ്, ഇതൊരു ലിമിറ്റഡ് സീരീസാണ്. 4 എപ്പിസോഡുള്ള ലിമിറ്റഡ് സീരീസാണ്. ആൻഡ് ഈച്ച് എപ്പിസോഡ് ഇസ് എ സിംഗിൾ ഷോട്ട്. ആൻഡ് ദാറ്റ്സ് ദ ടെക്നിക്കൽ ബ്രില്യൻസ് ഓഫ് ദിസ് സീരീസ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് എപ്പിസോഡിൽ വീട്ടിൽ നിന്ന് പോലീസ് സ്റ്റേഷൻ വരെ അതവർ ഭയങ്കര രസമായിട്ടാണ് അത് ചെയ്തു വച്ചിരിക്കുന്നത്. പിന്നുള്ള എപ്പിസോഡിൽ ഒരു സ്കൂളിൻ്റെ അകത്ത് മാത്രമാണ്. 3-ാമത്തെ എപ്പിസോഡിൽ ഒരു ഇൻട്രോഗേഷൻ റൂമിൻ്റെ അകത്ത് മാത്രം, പോലീസ് സ്റ്റേഷൻ്റെ അകത്തുള്ള ഒരു ഇൻട്രോഗേഷൻ റൂമിൻ്റെ അകത്ത് മാത്രം. 4-ാമത്തെ എപ്പിസോഡിലാണ് വീട്, ഒരു വാൻ, ഒരു ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ, വീണ്ടും വാൻ, വീണ്ടും വീട്. ഇതാണ് ഇവരുടെ ലൊക്കേഷൻസ് ഉണ്ടായിരുന്നത്. ഇതിൽ വെച്ചിട്ട് ഇവർ ഭയങ്കര രസമായിട്ട് എങ്ങനെ ഇവർ കോറിയോഗ്രാഫി ചെയ്ത് ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തു എന്നുള്ളത് ഇറ്റ്സ് എ ടെക്നിക്കൽ വണ്ടർ. റിയലി അമേസിങ്. നമ്മൾ വൺ ഷോട്ട് സിനിമകൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അത്തീന പോലത്തെ സിനിമകളൊക്കെ നമുക്ക് ഭയങ്കര ഗംഭീരമായിട്ട് തോന്നിയിട്ടുള്ളതാണ്. ആൻഡ് ഇറ്റ്സ് ബ്രില്യൻ്റ് ഓൾസോ. ആൻഡ് അതേപോലെ തന്നെ ഉള്ളൊരു ഷോ ആണിത്. ആൻഡ് ഈ ഒരു വൺ ഷോട്ട് ഇതിൻ്റെ ഒരു ഗിമിക്കിന് വേണ്ടി മാത്രം അവർ ചെയ്തേക്കുന്ന ഒരു സംഭവമല്ല. ശരിക്കും ഈ വൺ ഷോട്ടിൽ കൂടെ ഈ കഥ പറഞ്ഞു പോകുമ്പം നമ്മൾ ഈ ക്യാരക്ടേഴ്സിൻ്റെ കൂടെ ട്രാവൽ ചെയ്യുമ്പോഴാണ് നമുക്കും ഈ കഥ മനസ്സിലായി തുടങ്ങുന്നത്. ഈ കഥ റിവീൽ ചെയ്ത് തുടങ്ങുന്നതൊക്കെ നമ്മൾ ഓരോ ക്യാരക്ടേഴ്സിൻ്റെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓരോ റൂമിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോകുന്ന സമയത്താണ്. അതൊക്കെ ഭയങ്കര രസമായിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. ആൻഡ് ലൈക്ക് ടെക്നിക്കലി ഇറ്റ്സ് ബ്രില്യൻറ്റ്. ഇറ്റ്സ് ഡയറക്റ്റഡ് ബൈ ഫിലിപ്പ് ബരത്താനി ആൻഡ് ക്രിയേറ്റഡ് ബൈ ജാക്ക് ത്രോൺ ആൻഡ് സ്റ്റീഫൻ ഗ്രഹാം. ഇതിൽ സ്റ്റീഫൻ ഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഇതിൻ്റെ അകത്തൊരു മേജർ ക്യാരക്ടർ. ഫാദറിൻ്റെ റോൾ ചെയ്തിരിക്കുന്ന പുള്ളിയാണ്. അതിലേക്ക് ഞാൻ വരാം. ഈ സിംഗിൾ ടേക്ക് ഇതിൽ ഒരു ഷോട്ടുണ്ട്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ഷോട്ടാണ്. അതായത് സ്കൂളിൻ്റെ പ്രിമൈസിൽ നിന്ന് ഒരു കുട്ടിയുടെ ക്ലോസപ്പിൽ നിന്ന് ഈ സംഭവം നേരെ ഏരിയൽ ഷോട്ടിലേക്ക് പോയി
ഒരു 2 ബ്ലോക്ക് അപ്പുറമുള്ള ഒരു പാർക്കിംഗ് ലോട്ടിൽ ചെന്നിട്ട് ലാൻഡ് ചെയ്ത് അവിടെ ഈ ഫാദറിൻ്റെ ക്യാരക്ടർ നിൽക്കുന്നിടത്ത് ചെന്ന് പുള്ളിയുടെ ഒരു ക്ലോസപ്പ് ഷോട്ടിൽ എൻഡ് ചെയ്യുന്നൊരു ഷോട്ടുണ്ട്. അതൊക്കെ അവരെങ്ങനെ എക്സിക്യൂട്ട് ഞാൻ ഇതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് കുറച്ച് കണ്ടിരുന്നു. അതിൽ ആ സീൻ തന്നെ അവർ കാണിക്കുന്നുണ്ട്. ഇറ്റ്സ് ബ്രില്യൻറ്റ്. വാനിൻ്റെ അകത്തുള്ള സീനുകൾ, അതുപോലെ തന്നെ ഈ റൂമിൻ്റെ അകത്ത് ഒരു സൈക്കോളജിസ്റ്റും ഈ കുട്ടിയും മാത്രം ഇരിക്കുന്നൊരു റൂമുണ്ട്. ആ റൂമിൻ്റെ അകത്ത് ആ ഒരു 1 hour എപ്പിസോഡ് ഇവർ രണ്ടുപേരും മാത്രം ഇരുന്ന് സംസാരിക്കുന്ന സാധനമാണ്. അത് ആ 1 hour നമുക്ക് ബോറടിക്കാണ്ട് ആ ക്യാമറ മൂവ്മെൻറ്റ്സും കാര്യങ്ങളും സിംഗിൾ ഷോട്ടിൽ പോകുന്നത് അടിപൊളി. ഇങ്ങനത്തെ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ, ഹൗ ദേ മേഡ് ഇറ്റ് എന്നൊക്കെ ഉള്ള ക്യൂരിയസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് ഫോർ ദം. പിന്നെ ഈ ഷോയിലെ പെർഫോമൻസുകൾ നോക്കുകയാണെങ്കിൽ സ്റ്റീഫൻ ഗ്രഹാം എന്ന് പറഞ്ഞിട്ടുള്ള ആക്ടർ, ഫാദറിൻ്റെ ക്യാരക്ടർ ചെയ്ത ആൾ, പുള്ളി തന്നെയാണ് ഇതിൻ്റെ ക്രിയേറ്ററും കൂടെ. സോ എനിക്ക് തോന്നുന്നു പുള്ളി ഈ പ്രൊജക്റ്റിൽ അത്രയും ഇൻവോൾവ് ആയിരുന്നുകൊണ്ടായിരിക്കും ഇറ്റ്സ് ഡൺ ഇറ്റ് ബ്രില്യൻ്റ്ലി. ഭയങ്കര ഡെപ്തുള്ളൊരു പെർഫോമൻസ് ആണുള്ളത്. അത് ഒരു പർട്ടിക്കുലർ സീനുണ്ട്, ശരിക്കും പറഞ്ഞാൽ ഈ ഫാദർ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ ഈ കുട്ടിയെ സ്ട്രിപ്പ് സെർച്ച് ചെയ്യുന്നൊരു സീനുണ്ട്. അതിൽ ഈ ക്യാമറ ആംഗിൾ ചെന്നിട്ട് നേരെ ഫാദറിൻ്റെ ഫേസിലാണത് ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ പുള്ളിയുടെ ഒരു എക്സ്പ്രഷനും, അതായത് മകൻ കാണുന്നുണ്ട്, മകന് എംബാരസ്മെൻറ്റ് തോന്നാൻ പാടില്ല, എന്നാൽ പുള്ളിക്ക് വിഷമം വരുന്നുണ്ട്, എന്താ പറയേണ്ടതെന്നറിയില്ല, ടെൻഷനാണ്, ക്യൂരിയസ് ആണ്, ഇതെല്ലാം വെച്ചിട്ടുള്ളൊരു എക്സ്പ്രഷൻ ഉണ്ട് പുള്ളിയുടെ പെർഫോമൻസിൽ. ബ്രില്യൻ. അതുപോലെ തന്നെ ഒരു ബെഡ്റൂമിൻ്റെ അകത്തൊരു സീനുണ്ട്. ലൈക്ക് ഒരു പുള്ളിയും പുള്ളിയുടെ ഭാര്യയായിരുന്നു സംസാരിച്ചതിന് ശേഷം പുള്ളി ഒരു ബെഡ്റൂമിലേക്ക് കയറിയിട്ട് അവിടെയുള്ളൊരു പുള്ളിയുടെ ഒറ്റയ്ക്കുള്ളൊരു പെർഫോമൻസ് ഉണ്ട്. ബ്രില്യൻ പെർഫോമൻസാണ്. പിന്നെ എടുത്ത് പറയേണ്ട പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവൻ കൂപ്പർ, ദ അമേസിങ് കിഡ്. ഇപ്പോൾ ഒരു ഓവർനൈറ്റ് സ്റ്റാറായി മാറിയേക്കാണ്. ജെയ്മി എന്ന് പറഞ്ഞിട്ടുള്ള ഇതിലെ ക്യാരക്ടർ പ്ലേ ചെയ്ത ഓവൻ കൂപ്പർ. ആദ്യമായിട്ടാണ് ആ കുട്ടി ഇതിൽ അഭിനയിക്കുന്നത് ആദ്യമായിട്ടാണ്. ശരിക്കും ഒരു 13 വയസ്സുകാരൻ്റെ ഫ്രസ്ട്രേഷനും അവൻ്റെ 2 എക്സ്ട്രീംസും, പേടിയും കരച്ചിലും അതുപോലെ തന്നെ വാശിയും ദേഷ്യവും ഒക്കെ കൊച്ച് എങ്ങനെ എത്ര ബ്രില്യൻ്റായിട്ട് ചെയ്തു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള റൂമിലെ സീന്, ഇറ്റ്സ് മൈൻഡ് ബ്ലോയിങ്. ആ പെർഫോമൻസ് ഇസ് മൈൻഡ് ബ്ലോയിങ്. ഭയങ്കര വേരിയേഷൻസ് അതിൽ വന്നിട്ടുള്ള പെർഫോമൻസാണ്. ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു ഹിം. ഇറ്റ്സ് വണ്ടർഫുൾ ആൻഡ് ഹി ഡിസേർവ്സ് ഓൾ ദ പ്രൈസ്. ഇപ്പോൾ കിട്ടുന്ന പ്രൈസ് എല്ലാം ഡിസേർവ് ചെയ്യാണ്. സോ സ്റ്റോറി ഓറിയൻറ്റഡ് ആയിട്ട് ഇങ്ങനത്തെ ഒരു കമ്പല്ലിങ് ഒരു ഇൻവെസ്റ്റിഗേഷൻ സാധനം, ഇങ്ങനത്തെ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കും ഈ സീരീസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ളൊരു സീരീസാണ്. ബിക്കോസ് ദ വേ ഇറ്റ് ഈസ് ഡയറക്റ്റഡ്, ദ വേ ഇറ്റ് ഈസ് ദ സ്റ്റോറി ഇറ്റ്സ് ടോൾഡ്, സ്റ്റോറി പറഞ്ഞേക്കുന്ന രീതിയൊക്കെ ഭയങ്കര രസമായിട്ട് നമുക്ക് തോന്നും. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മളിങ്ങനെ കണ്ടിരുന്നു പോകും. ഈ ഇതിൽ ടച്ച് ചെയ്യുന്ന കുറേ ടോപ്പിക്സുകളുണ്ട്. ഇപ്പം നമ്മളെ ഇൻസ്റ്റയിലും വാട്സപ്പിലുമൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മൾ യൂസ് ചെയ്യുന്ന ഹാർട്ടുകൾ. ഇപ്പോൾ നമുക്ക് റെഡ് ഹാർട്ട് നമ്മൾ 2-3 നമുക്ക് എന്താണെന്നറിയാം. പക്ഷേ റെഡ്, പേർപ്പിൾ, പിങ്ക്, ഓറഞ്ച്, യെല്ലോ ഇതിനൊക്കെ ഓരോ അർത്ഥങ്ങളുണ്ട് ഇവരുടെ ഇടയിൽ. ഇപ്പോൾ അതിൽ ഒരു ഡൈനാമൈറ്റിൻ്റെ ഇമോജി, അതിനൊരർത്ഥമുണ്ട്. ഇതൊക്കെ ഈ ഷോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് സ്കിം ത്രൂ ആണ് ചെയ്യുന്നത്. അവരുടെ ആ ഒരു വലിയ ലിങ്കോ അല്ലെ ആ ഒരു ലോകത്ത്, ഇമോജീസിൻ്റെയൊക്കെ ലോകത്തുള്ള സംഭവങ്ങൾ സ്കിം ത്രൂ, ഈ കഥയ്ക്ക് വേണ്ട രീതിയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് അത് സ്കിം ത്രൂ ചെയ്ത് പോകുന്നതാണ്. ബട്ട് വി ആർ നോട്ട് അവെയർ അബൌട്ട് ദിസ്. നമുക്ക് ഈ ഇങ്ങനത്തെ ലിങ്കോസ് കാര്യങ്ങൾ അത് എങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാമിൽ വായിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, നമുക്കത് കണ്ടു കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. ഈ ഷോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അത് അവർ ഇത് മെസ്സേജ് കാണുന്ന ഒരാൾ എങ്ങനെയാണത് വായിക്കപ്പെടുന്നത്. ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ്. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇതാണ്. സോ ഈ ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ബെഡ്റൂമിൽ നിന്നാണ് ആൻഡ് എൻഡ് ചെയ്യുന്നതും ഈ ഒരു ബെഡ്റൂമിലേക്കാണ്. അതും ഭയങ്കര ഇമോഷണലി ഡ്രിവൺ ആയിട്ടുള്ളൊരു സീനിലാണ് അത് എൻഡ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് എ ബ്രില്യൻ ഷോ. എവറി ഡിപ്പാർട്ട്മെൻറ്റ് ഹാസ് ഡൺ എക്സ്ട്രീംലി വെൽ. അത്രയും നമ്മളെ ലൈക്ക് പിടിച്ചിരുത്തും ഈ ഷോ. 4 എപ്പിസോഡേ ഉള്ളൂ. ലിമിറ്റഡ് സീരീസാണ്, നെറ്റ്ഫ്ലിക്സിലാണ്. എല്ലാവരും ഇത് കാണുക. എനിക്ക് തോന്നുന്നു ഈ
അഡോളസൻസ് പറയുന്നൊരു സബ്ജക്റ്റ് ശരിക്കും ഒരു ഭയങ്കരമായിട്ട് തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. അതായത് നമ്മൾ ഇപ്പോൾ ഉള്ള നമ്മുടെ ഈ യങ് ജനറേഷൻ്റെ മൈൻഡും അതല്ലെങ്കിൽ അവർ ചിന്തിക്കുന്ന രീതികളും അല്ലെങ്കിൽ അവർ സംസാരിക്കുന്ന രീതികളും അവരെ കുറച്ചും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് മൊത്തത്തിൽ എന്തായാലും അത് പറ്റില്ല. പക്ഷേ എങ്കിൽ കൂടി അവരുടെ ഇപ്പോൾ അവരുടെ ലിംഗോസ് കാര്യങ്ങൾ പഠിക്കാനല്ല പറയുന്നത്. എങ്കിൽ കൂടി അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, അവരെങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അവർക്കെങ്ങനെയാണ് ഓരോ സിറ്റുവേഷൻസിൽ ഫീൽ ചെയ്യപ്പെടുന്നത്, ഇതൊക്കെ കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാക്കാനും കുറച്ചും കൂടെ അതിനെക്കുറിച്ചൊരു അവയർനെസ് ഉണ്ടാവുന്നതും നല്ലതായിരിക്കും. ആൻഡ് ദിസ് ഷോ ഇസ് ആൻ ഐ ഓപ്പണർ ഫോർ ദാറ്റ് ആൻഡ് ഇറ്റ് ഈസ് അമേസിങ് ആൻഡ് ഇതൊരു മസ്റ്റ് വാച്ച് ഷോ ആണ്. Assalamu alaikum wa alaikum.